ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 3. തപ്തസ്വർണസവർണഗൂർണദതിരൂക്ഷാക്ഷം സടാകേസരപ്രോദ്ഗംഭപ്രനികുംഭിതാംബരമഹോ ജീയാത്തവേദം ബഭൂ. വ്യാപ്തവ്യാപ്തമഹാധരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഘമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഢാമരം. നരസിംഹമൂർത്തിയുടെ സ്വരൂപവർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തീയിലിട്ട് ചുട്ടുപഴിപ്പിച്ച തങ്കത്തിൻ്റെ നിറത്തോട് സമാനമാണ് നരസിംഹമൂർത്തിയുടെ ശരീരത്തിൻ്റെ നിറം. ഉരുട്ടിമിഴിച്ച കണ്ണുകൾ ഭഗവാന്റെ ഉഗ്രകോപത്തെ സൂചിപ്പിക്കുന്നു. നിലം തൊടാതെ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ സമൃദ്ധവും ജട പിടിച്ചതുമായ കുഞ്ചിരോമങ്ങൾ ആകാശത്തെ മൂടുന്നു. ഭഗവാന്റെ തുറന്ന വായ ഒരു മഹാഗുഹ പോലെ തോന്നിക്കുന്നു. 2 വലിയ ദംഷ്ട്രകളുടെ ഇടയിലൂടെ വാൾ രൂപത്തിലുള്ളതും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമായ നരസിംഹമൂർത്തിയുടെ നീണ്ട നാവ് കാണികൾക്ക് അത്യധികമായ ഭയത്തെ ഉണ്ടാക്കുന്നു. നരസിംഹമൂർത്തിയുടെ സ്വരൂപത്തെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ച ഭട്ടതിരിപ്പാട് ഭീമാകാരവും ആശ്ചര്യപൂർണവുമായ ഭഗവാന്റെ നരസിംഹരൂപം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ശ്ലോകം ഉപസംഹരിച്ചു. തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോദ്ഗംഭപ്രനികുംഭിതാംബരമഹോ ജീയാത്തവേദം വപൂ. വ്യാപ്തവ്യാപ്തമഹാധരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഘമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഢാമരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.